അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആംഗ്ലോ മാപ്പിള യുദ്ധം 1921 AK കോഡൂരിന്റെ ഒരു പുസ്തകമാണിത്. 1921 മലബാർ സമരത്തെക്കുറിച്ച് അപൂർവ വിവരങ്ങളാൽ സമ്പന്നമായ ഒരു ഗ്രന്ഥമാണ് ഇത്. ആ സമരത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇതിലുള്ളത്, സമര ചരിത്രത്തോടൊപ്പം തന്നെ മലബാറിലെ മുസ്ലിം സാമൂഹിക രൂപീകരണത്തിലേക്കും അതിന്റെ വികാസത്തിലേക്കും കൂടി വെളിച്ചം വീശുന്നതിനാൽ മലബാർ മുസ്ലിങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം പിറവിയെടുക്കാൻ കാരണമായ വിഷയങ്ങളൊക്കെ 2020 സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. ഈ ഗ്രന്ഥം എങ്ങനെയാണ് പിറവിയെടുത്തത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളോടൊപ്പം കൂടിയിട്ടാണ് AK കോഡൂര് ഇങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ടായ കാരണം. അതിലേക്ക് വഴികാട്ടിയതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവകളായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ വെടിക്കോപ്പുകളോട് നെഞ്ചൂക്കുകൊണ്ട് മാത്രം ഒരു സമൂഹം എതിരിട്ട് കേവലം അരനൂറ്റാണ്ട് പിന്നിടും മുമ്പേ വികലമാക്കിയ മലബാറിന്റെ പോയകാല വസ്തുതകളെ തേടി AK കോഡൂർ ഇറങ്ങുന്നത് 1970 എന്നാൽ ആംഗ്ലോ മാപ്പിള യുദ്ധം 1921 എന്ന കൃതിക്കും അതിന്റെ പ്രസിദ്ധീകരണത്തിനും റൂഹാവുന്നത് വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കാലം മുതൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി AK കോഡൂരിനുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പവും നിരന്തര സമ്പർക്കവുമാണ് ഒരു ശരാശരി പത്രപ്രവർത്തകനിൽ നിന്ന് ഒരു ചരിത്ര ഗവേഷകനായും സാമൂഹ്യ ചരിത്ര കൃതിയുടെ ഗ്രന്ഥകാരനായും AKയെ വളർത്തിയത് മുഹമ്മദ് അലി തങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ്. എന്തിനാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ പ്രേരണ പ്രകാരമാണ്, അവരുടെ പ്രോത്സാഹനം മൂലമാണ് ഈ കൃതി രചിക്കുന്നത്. ഇനിയും അതിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കി പറയുന്നുണ്ട്. 1921 ഐതിഹാസിക സമര പോരാട്ടങ്ങളെ വികലമാക്കി അവതരിപ്പിച്ച ആഖ്യാനങ്ങളിൽ പലതും തെറ്റാണെന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മുഹമ്മദ് അലി തങ്ങളുമായുള്ള സംഭാഷണങ്ങളിൽ ഇതിവൃത്തങ്ങളായി. അത്തരമൊരു സംഭാഷണ മധ്യേ മുഹമ്മദ് അലി തങ്ങൾ എന്തുകൊണ്ട് AKക്ക് അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമാക്കിക്കൂടെന്നും കണ്ടെത്തുന്ന വിവരണങ്ങളും പുസ്തകമാക്കിക്കൂടെന്നും ചോദ്യമുയർത്തി. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി രചന പ്രസിദ്ധീകരണമായത് 1999 അപ്പം ഈ ആംഗ്ലോ മാപ്പിള യുദ്ധം 1921 എന്ന ഈ കൃതി ഉടലെടുക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രേരണ മൂലമാണ്. ഇതിലേക്കുള്ള വഴികാട്ടിയായത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്, ഈ പുസ്തകത്തിൽ AK കോഡൂര് കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ട, കൊണ്ടോട്ടി മുഹമ്മദ് ഷാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 1921 സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം മാത്രമല്ല ഇതിലുള്ളത്. മലബാറിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യമായ മറ്റു വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ AK കോഡൂര് ഈ പുസ്തകത്തിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമല്ല. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രേരണയോടുകൂടി അവിടെ നിന്നാണ് ഇതിന്റെ റൂഹ് എന്ന് പറഞ്ഞത്. ഈ പുസ്തകം ഇറക്കാനല്ലേ റൂഹായത്, ഇതിന്റെ ആത്മാവായത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്ന്. ഏതായാലും ഇൻഷാ അല്ലാഹ് എന്താണ് അതിൽ കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഈ പുസ്തകത്തിന്റെ 351 പേജിൽ AD 8-ാം നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിങ്ങൾ കൊണ്ടോട്ടിയിലെത്തി താമസം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം AD 1750 പിൽക്കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടോട്ടിയിലെത്തി. മറാഠ മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ, ഒന്നുകൂടി, മറാഠ ബ്രാക്കറ്റിൽ മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ ഹിജറ 1130 കൊണ്ടോട്ടിയിലെത്തി എന്നാണ് ആധികാരിക ചരിത്രം. ഷിയാ വിഭാഗത്തെ പൊതുവെ അംഗീകരിക്കാത്ത മൈസൂർ സുൽത്താൻമാരുമായി മുഹമ്മദ് ഷാ അടുപ്പത്തിലായി എന്ന് പറഞ്ഞിട്ട് അത് വിശദമായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഈ പുസ്തകത്തില് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ ഷിയാ വിഭാഗക്കാരനായിട്ടാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് വീണ്ടും പറയുന്നുണ്ട്. ഇങ്ങോട്ട് പോന്നാല് ഗുരുവായൂർ ക്ഷേത്ര സംരക്ഷണമടക്കം ടിപ്പു സുൽത്താന്റെ മതേതര നയങ്ങളുടെ വക്താവായി മാറുകയും ചെയ്തു എന്നിട്ട് പറയാണ്, ഏറനാട്ടിൽ തന്റെ ഷിയാ ത്വരീഖത്ത് വളർത്താൻ, ആരെ, മുഹമ്മദ് ഷാ എന്നവരുടെ ഷിയാ ത്വരീഖത്ത് വളർത്താൻ ടിപ്പു സുൽത്താന്റെ തണൽ മുഹമ്മദ് ഷായിന് ലഭിച്ചു. മാത്രമല്ല ഇനാംദാർ പട്ടവും നാടുവാഴി പദവിയും മുല്ലാക്കുറിശി കരുവാരക്കുണ്ട് ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും കൊണ്ടോട്ടി തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെയൊക്കെ ഈ AK കോഡൂര് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ പരിചയപ്പെടുത്തുന്നത് ഷിയാ വിഭാഗക്കാരൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ത്വരീഖത്തിനെ പരിചയപ്പെടുത്തിയത് ഷിയാ ത്വരീഖത്ത് എന്നാണ്. അപ്പൊ നമ്മളിത് വെറുതെ പറയുകയല്ല. ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടോട്ടി മുഹമ്മദ് ഷായുമായി ബന്ധപ്പെട്ട് അക്കാലത്തുള്ള അവര് ഷിയാ ബന്ധമുള്ള ആളുകളായിരുന്നു, ഷിയാ വിഭാഗക്കാരായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിനെ ഒരിക്കലും തള്ളാൻ പറ്റില്ല. കാരണം ഇത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലേക്ക് AK കോഡൂരിനെ എത്തിക്കുന്നത്. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. കുരുവട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തള്ളാൻ പറ്റില്ലല്ലോ. മശായിഖന്മാരുടെ പിന്തുണയുള്ള, എക്കാലത്തും മശായിഖന്മാരുടെ അടുപ്പമുള്ള, മശായിഖന്മാരുടെ തിരുനോട്ടമുള്ള, ഒരിക്കലും തെറ്റ് സംഭവിക്കാത്ത ആള് പാണക്കാട് പൂക്കോയ തങ്ങളെന്ന
ആ മഹത്തായ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ, മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനരായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനരായ ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഈ സാദാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട്. അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല. കാരണം എല്ലാ മശായിഖന്മാരുടെയും പിന്തുണ അവർക്കാണ്, അന്നും എന്നും ഇന്നും. അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കുരുവട്ടൂരികൾ പരിചയപ്പെടുത്തിയ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഈ വിഷയത്തിലേക്ക് AK കോഡൂരിനെ എത്തിക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുമായി കൂടിയാലോചിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണല്ലോ നിങ്ങളിങ്ങനെ എഴുതി ഇതൊക്കെ രേഖയാക്കി ഇതൊക്കെ പുറത്തു വിടണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് AK കോഡൂരി പുസ്തകം തന്നെ ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ചില ആളുകൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അവതാരികളുള്ളതുകൊണ്ട്, ആലിക്കുട്ടി മുസ്ലിയാരുടെ അവതാരികളുള്ളതുകൊണ്ട് ആ പുസ്തകം ആധികാരിക പുസ്തകമാണ്, ആധികാരിക ചരിത്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നിരുന്നു. അവരോടാണ് നമുക്ക് പറയാനുള്ളത്, ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചത് തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അതിലാണ് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷായുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഷിയ വിഭാഗക്കാരനായിരുന്നു എന്ന് പറയുന്നത്. ഇനി കുരുവട്ടൂരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയാനുണ്ട്.